നമുക്ക് വേറൊരു ഗസ്റ്റ് സ്റ്റാർ കാൻഡിഡേറ്റ് വോട്ട് പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ 2 മിനിറ്റ് കിട്ടിയപ്പോൾ അപ്പുറത്തൂടെ പോയി 4 വോട്ട് കിട്ടുമെന്ന് നോക്കുക. ഇല്ല പുള്ളി പറഞ്ഞു ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ, പക്ഷെ ഞാൻ ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരനാണ്. അല്ല അഖില, ഈ ബിഗ് ബോസിൽ പോകുന്നതാണോ, ബിഗ് ബോസ് ഹൗസിൽ താമസിക്കുന്നതാണോ, ഇറങ്ങി വോട്ട് പിടിക്കുന്നതാണോ കൂടുതൽ ടഫ്? അല്ല ഇതായിരുന്നല്ലോ ജീവിതം. ഇവിടെ ആ ജീവിതത്തിൽ നിന്നാലും അങ്ങോട്ട് പോയത്. അവിടെ ജയിക്കാൻ കഴിഞ്ഞത് ഈ ജീവിതം ഉണ്ടായതുകൊണ്ടാണ്. ഏറ്റവും സാധാരണക്കാർക്കിടെ ജീവിച്ച് ഏറ്റവും സാധാരണക്കാരനായി ജനിച്ച് അങ്ങനെ പോയ ഒരാളായതുകൊണ്ടാണ്. അതെൻ്റെ അടുത്ത് ഇത്തവണത്തെ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റിൻ്റെ പലരും എന്നോട് ചോദിച്ചു, കുറച്ച് രാഷ്ട്രീയം അറിയാവുന്ന നാടൊക്കെ അറിയാവുന്ന ഒരാളെ നല്ലൊരു കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് തരുമോ എന്നിങ്ങനെ എന്നോട് ചോദിക്കാൻ. രാഷ്ട്രീയക്കാരെ അവിടെ പോയി നിൽക്കാൻ പറ്റുള്ളൂ, ജയിക്കാൻ പറ്റുള്ളൂ എന്നാണ്. ഞാനന്നേരം പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെ അടുത്തവണ വിളിച്ചോളാം, പുള്ളി ജയിച്ച് ഈസി ആയിട്ട് വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ യാത്ര പാറശാലയിൽ നിന്നാണ് തുടങ്ങി. അപ്പോൾ വർക്കലയിലെത്തിയപ്പോൾ ഒരാൾ നമ്മളോട് പറഞ്ഞു, വർക്കലയിൽ നിന്നല്ലേ നമ്മളോട് പറഞ്ഞത്, അതായത് ബിഗ് ബോസിലാകുമ്പോൾ പാറശാല കൊല്ലത്ത് ഓക്കെ, ബിഗ് ബോസിലാകുമ്പോൾ ഞാൻ അഖിൽ മാരാർക്ക് ഇഷ്ടം പോലെ വോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത്തവണ വോട്ട് ചെയ്യില്ല, ഇലക്ഷന് വോട്ട് ചെയ്യില്ല. പൊതുവെ അഖിലിന്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അഖിലിന് ആളുകൾക്ക് ഇഷ്ടമാണ് അല്ലെ, ഇത്രയേറെ വോട്ട് കിട്ടിയിട്ടുണ്ട്, കുറെ പേർക്ക് ഇഷ്ടമാണെന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ അഖിലിന് കിട്ടുന്ന ഒരു ഇതാണോ, അതോ അഖിലെ നീ എവിടെ വന്നാലും ഞങ്ങൾ വോട്ട് തരും ഇതാണോ? അല്ല, ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങാൻ ബിഗ് ബോസ് ഒന്നും അല്ല എൻ്റെ കോൺഫിഡൻസ്. ഞാൻ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത് ആരോ എന്നോട്, ഇപ്പം നമുക്ക് എളുപ്പത്തിൽ ഒരാളെ പരിചയപ്പെടാൻ എപ്പോഴും ഒരു ഫെയിമസ് ഒരു പോപ്പുലാരിറ്റി നമുക്ക് നല്ലതാണ്. അല്ലെങ്കിൽ ആരാന്നൊക്കെ പരിചയപ്പെടുത്തി വരെ സമയമെടുക്കും. ഞാനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ അന്ന് കോൺഗ്രസ് ആയിരുന്നേ? അല്ല, ഒറ്റയ്ക്കാണ് മത്സരിച്ചത്, സ്വതന്ത്രനായിട്ടാണ്. കോൺഗ്രസിന്റെ പഴയ യൂത്ത് കോൺഗ്രസിന്റെ പഴയ ഭാരവാഹിയല്ലേ? യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയായിരുന്നു. പക്ഷേ ഒരു ജാതി സംഘടന വഴി കോൺഗ്രസിന്റെ ഒരു നേതാവ് കാശ് വാങ്ങുകയും അതിലൂടെ ഒരു സ്ഥാനാർത്ഥിത്വം കൊടുക്കുകയും ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പാർട്ടി തീരുമാനം എടുക്കണം, ജാതീയ സംഘടനകളല്ല തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെ വാശിയായി കയറി മത്സരിച്ച്. അപ്പോൾ ഒരു ഇടതുപക്ഷ കോട്ടയായ കോട്ടാത്തലയിൽ ഒരു 1500 വോട്ട് ഒരു 26-ാമത്തെ വയസ്സിൽ ഞാൻ പിടിച്ചെങ്കിൽ ജനങ്ങളുമായിട്ട് ബന്ധമുണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ. അഖിൽ കോട്ടാത്തല മാറി അഖിൽ മാരാറൊക്കെ ആയിട്ട് മറ്റേ എന്താ പറയാ, നന്ദഗോപാൽ മാരാർ ഇറങ്ങിയ പോലെ. അത് ഈ നമ്മുടെ ജോജു ചേട്ടനെ, എൻ്റെ പടത്തിന്റെ നിർമ്മാതാവ് യോഹനാൻ സാർ, അങ്ങനെ എല്ലാവരും പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ പഴയതുപോലെ സത്യനന്ദിക്കാട് അല്ലെങ്കിൽ സുമാർ അഴീക്കോട് എന്നൊക്കെ പറയുന്ന പേരുകളൊക്കെ മങ്ങി തുടങ്ങിയതും ഇനി പുതിയ കാലഘട്ടത്തിന് പറ്റിയ പേരുകൾ കണ്ടുപിടിക്കണമെന്നും അങ്ങനെ ഒരു ന്യൂമറോളജി പ്രകാരം നോക്കി പല പേരുകളിൽ നിന്ന് ഒരു പേര് കണ്ടെത്തി. മമ്മൂട്ടി നരസിംഹത്തിൽ പറഞ്ഞില്ലേ, മാരാരിരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും, അങ്ങനെ താണിരിക്കാൻ വേണ്ടി ആ ഡയലോഗ് പിന്നീട് എനിക്ക് വേണ്ടി കാക്കപ്പെട്ടതുപോലെ മാറി. ആ ഡയലോഗ് എനിക്ക് വേണ്ടി അവിടെ കാത്തു വെച്ചിരിക്കുകയായിരുന്നല്ലേ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നോക്കൂ, NDAക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങളുണ്ട്. സാധ്യത എന്ന് പറഞ്ഞാൽ ഉറപ്പായി വിജയിക്കും എന്നുള്ളതല്ല, പക്ഷേ കൂടുതൽ സാധ്യതയുള്ള മണ്ഡലങ്ങൾ, ഇപ്പോൾ തൃപ്പൂണിത്തറ പോലെയുള്ള മണ്ഡലങ്ങൾ. തൃക്കാക്കര എന്ന് പറയുന്നത് അങ്ങനെ NDAയുടെ ഒരു ബാസ്റ്റൺ അല്ല. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പൊക്കെ നോക്കിയാൽ വളരെ പുവർ പെർഫോമൻസ് ഉള്ള മണ്ഡലമായിരുന്നു. ഇപ്പോൾ 2020യുടെയും BJPയുടെയും വോട്ട് കൂട്ടിയാലും മാക്സിമം 20%. അപ്പോൾ ഒരു ലോ പ്രൊഫൈൽ മണ്ഡലത്തിൽ എന്തിനാണ് അഖിൽ മാരാരെ പോലെ ഒരാൾ മത്സരിക്കുന്നത്? ഹൈ പ്രൊഫൈൽ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ആക്ച്വലി ഇത് അങ്ങോട്ട് ചോദിച്ചതാണ്. എനിക്ക് ഇപ്പം പ്രൂഫ് വേണമെങ്കിൽ ഫെബ്രുവരി 25-ാം തീയതി ഞാൻ സാബു ജേക്കബിന് അങ്ങോട്ട് മെസ്സേജ് അയച്ചു, തൃക്കാക്കരെ ഞാൻ മത്സരിക്കുക. അപ്പോൾ പുള്ളി പറഞ്ഞു വേണ്ട, നമുക്ക് അതിനെക്കാട്ടിയും കുറച്ച് എ ക്ലാസ് മണ്ഡലം പെരുമ്പാവൂരാണ്. അല്ലെ പെരുമ്പാവൂരോ തൃപ്പൂണിത്തറ അന്ന് തൃപ്പൂണിത്തറ BJPയുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പം പുള്ളി പറഞ്ഞത് കുന്നത്തുനാട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ 2020യുടെ എ ക്ലാസ് എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂരാണ്. കാര്യം 27,000 വോട്ട് 2020ക്കും 22,000 വോട്ടൊന്നും BJPക്ക് ഉണ്ടായിരുന്നൊരു മണ്ഡലമായിരുന്നു. കണക്കുകൾ തെറ്റുണ്ടെങ്കിൽ എനിക്കറിയില്ല, അവിടെ നിന്ന് പറഞ്ഞു കേട്ടാണ്. അപ്പം പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് തൃക്കാക്കര മതിയോ. കാരണം നമ്മൾ വന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് നമുക്ക് ഇവിടെ വരെ എത്താൻ കഴിഞ്ഞെങ്കിൽ തൃക്കാക്കര മണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര ഈ പൊളിറ്റിക്സിൽ നമ്മൾ അഗ്രസീവായൊരു സ്ഥലമൊന്നും അല്ല ഇത്. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു സ്വതന്ത്രന് ജയിക്കാൻ പറ്റിയൊരു മണ്ഡലം. എന്തെന്ന് വെച്ചാൽ ഇപ്പം കോൺഗ്രസ് ജയിക്കുന്നത് അതുകൊണ്ടാണ്. കാര്യം മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടികളുടെ വിരോധം, ഭരണവിരുദ്ധ വികാരം, മറ്റുള്ള ചിന്തകളൊക്കെ വരുന്ന സമയത്ത് തമ്മിൽ ഭേദം ആരാണ് ബെറ്റർ എന്ന് നോക്കിയിട്ട്, പിന്നെ അതിൽ PT തോമസ് ഒക്കെ ഗംഭീര കാൻഡിഡേറ്റുകളായിരുന്നു. അത് ഭയങ്കര ഇന്ന് വരെ UDF മാത്രമേ ഇവിടെ ജയിച്ചിട്ടുള്ളൂ. അതെ, അത് UDF കണ്ടിന്യൂസ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് തീവ്ര പൊളിറ്റിക്സ് ഇല്ലാത്തതുകൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഘടനാ പ്രവർത്തനം നടത്തി ജനങ്ങൾക്കിടയിലേക്ക് ചെന്ന് കയറാൻ പറ്റിയൊരു മണ്ഡലമല്ല തൃക്കാക്കര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്നെപ്പോലെ ഒരാളോട് വരുന്ന സമയത്ത് എനിക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ ഇപ്പം ഈ സോഷ്യൽ മീഡിയ ആയാലും മറ്റുള്ള മാധ്യമങ്ങളായാലും ജനങ്ങളിലേക്ക് എത്താൻ ഭയങ്കര എളുപ്പമാണ്. മറ്റേതെന്ന് പറയുന്ന ഒരു സിസ്റ്റം ഭയങ്കരമായിട്ട് വേണം. ഇപ്പം പലപ്പോഴും പാർട്ടിക്ക് സിസ്റ്റം ഇല്ലാത്തടത്താണ് നമ്മൾ ഈ പറയുന്ന ഒരു വോട്ട് ബേസിൽ നിന്ന് പോയി ആ ഉറച്ച മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ കിട്ടുന്നൊരു ആനുകൂല്യം. ഇവിടെ അത് വേണ്ട. ഇവിടെ ജനങ്ങൾ ഏതോ ഒരു ഫ്ലാറ്റിൻ്റെ കോണിൽ നിന്ന് ഈ നിമിഷവും ഒരു 4-5 പേർ ഇരുന്ന് രാവിലെ ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കുന്നു. 4 പേര് സംസാരിക്കുന്നുണ്ട്, അഖിൽ കൊള്ളാമല്ലോ, ആ പയ്യന് നമുക്കൊരു വോട്ട് കൊടുക്കാം. ആ ചർച്ച ഈ കോണിൽ എവിടെയൊക്കെയോ. ഈ 2020ലേക്ക് ഇത്രയും താരങ്ങളൊക്കെ വന്നത് അഖിലിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. അഖിലാണോ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്, ഇവർ കൊള്ളാം അങ്ങനെ ഒരു സജഷൻസ് അഖിലിന്റെ ഭാഗത്ത് നിന്നാണോ പോണേ? അല്ല, ഒരിക്കലും അങ്ങനെ എന്നോട് അത്തരത്തിലുള്ള ഒരു ഡിസ്കഷൻ വന്നിട്ടില്ല. പക്ഷെ ഞാൻ കുറച്ച് അതായത് മുതിർന്ന നേതാക്കന്മാരെ കോൺഗ്രസിൽ നിന്നും KSUവിൻ്റെയൊക്കെ ചില ടോപ്പ് ലെവലിലുള്ള സുഹൃത്തുക്കളും യൂത്ത് കോൺഗ്രസിലുള്ള സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ കോൺഗ്രസിൽ കുറേ പ്രശ്നങ്ങൾ നടന്ന സമയത്ത് ഞാനുമായിട്ടൊക്കെ ഡിസ്കഷനൊക്കെ വന്നിട്ടുണ്ട്.
പക്ഷേ ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് മാറിയത് കൊണ്ട് ഞാൻ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യും, കാരണം ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ഞാൻ സിനിമാ മേഖലയിൽ അത്തരത്തിലുള്ള ഡിസ്കഷനുകളോ കാരണം എനിക്ക് അറിയില്ലല്ലോ ഇവർക്ക് രാഷ്ട്രീയം. അഖിലിനെ കണ്ടിട്ട് അഖിൽ അങ്ങോട്ട് പോയിട്ടുണ്ട് അവിടെ മൊത്തം. അല്ല അതൊരു ഇൻഫ്ലുവൻസ് ആയേക്കാം, അഖിൽമാരും ഒക്കെ ഉണ്ടല്ലോ എന്ന് കരുതിയ കാര്യം. ഇനിയിപ്പോൾ നമുക്ക് 1-2 വിവാദങ്ങളിലുള്ള ചോദ്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടി വിമർശിച്ചു. രമേശ് പിഷാരടി പറഞ്ഞു അഖിൽമാരാർ ഇപ്പോൾ ഒരു കാര്യം പറയാൻ നമ്മൾ അതിന് മറുപടി ഒന്നും പറയണ്ട, ഒരു 6-7 ദിവസം നോക്കണം. 1.5 കൊല്ലം കഴിഞ്ഞു അതേ അഭിപ്രായമാണെങ്കിൽ നമ്മൾ മറുപടി പറഞ്ഞാൽ അസാധ്യ തഗ്ഗായി പോയില്ലേ? അതൊരു തഗ്ഗൊന്നുമല്ല. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളിക്കിപ്പം ഭയങ്കര പേടിയായി തുടങ്ങി. കാരണം അവിടെ ചെന്ന് പെട്ടതോടുകൂടി ഒന്നാമത് അവിടെ കോൺഗ്രസിൽ കുറേ വിള്ളലുകൾ വന്നു, കുറേ പ്രശ്നങ്ങൾ. എനിക്ക് ഈ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയാം. അല്ലെങ്കിൽ അത്രയേറെ ആത്മബന്ധമുള്ള ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട്, കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ഇവരുടെയൊക്കെ വേദന കേൾക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ റിയാക്ട് ചെയ്യുന്നത്. ഞാൻ പിഷാരടിക്കെതിരെ പറയാൻ 2 കാരണങ്ങളുണ്ട്. അതിലൊരു കാരണമെന്ന് പറയുന്നത് ഈ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ഒരിക്കലും പറയുകയായിരുന്നില്ല, മറിച്ച് അഖിൽമാരാരുടെ സ്ഥാനാർത്ഥിത്വം മോശമാവുകയും അല്ലെങ്കിൽ 2020 മറ്റ് സിനിമാക്കാരുടെ സ്ഥാനാർത്ഥിത്വം മോശമാവുകയും രമേശ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വം മഹത്വപൂർണ്ണമാവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ സമയത്ത് ആ കാര്യകാരണങ്ങൾ ഞാൻ വിശദീകരിക്കുകയായിരുന്നു. അല്ല, ആ കാര്യത്തിൽ ഇപ്പോൾ ഒന്ന് കോൺഗ്രസ്സുകാരല്ലേ, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചവരല്ലേ അവിടെ മത്സരിക്കേണ്ടത്? രമേശ് പിഷാരടിയോടെന്ന് ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 2020 വേണ്ടി പ്രവർത്തിച്ചിട്ടല്ലോ അഖിൽമാരാർ ഇവിടെ കാൻഡിഡേറ്റ് ആയത്. ആണോ? 2020 എനിക്ക് വരെ മറ്റൊരാളുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് അവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്ത് എനിക്ക് കുഴപ്പമില്ല. അതല്ലേ ഞാൻ കോൺഗ്രസ് അതല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കോൺഗ്രസിൽ എനിക്ക് സീറ്റ് തന്നപ്പോഴും ഞാൻ അന്നേ ഫേസ്ബുക്കിൽ എഴുതി, കഴിഞ്ഞ 10 വർഷം കൊണ്ട് പാർട്ടിക്ക് കഷ്ടപ്പെടുന്നവരെ നിങ്ങൾ പരിഗണിക്കൂ. BJP-യിൽ ഞാൻ എന്താക്കി പോകാഞ്ഞത്? എനിക്ക് BJP-യിൽ പോകുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. അവിടെ ഞാൻ പറഞ്ഞത് നേതാക്കന്മാരാൽ സമ്പന്നരാണ് ഇവിടെ എല്ലാം. അവിടെ ഒരു അഖിൽമാരാരുടെ സ്പേസ് ഇല്ല. 2020 വളരാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അഖിൽമാരാർ വളരാൻ ആഗ്രഹിക്കുന്ന ആളാണ്. സ്പേസ് പിടിച്ചിരുന്ന അഖിൽമാരുടെ ആ സ്ട്രാറ്റജി അതല്ല, അത് ഞാൻ റിയാലിറ്റി പറഞ്ഞതാണ്. ഇപ്പോൾ 2020 ആകുമ്പോൾ എനിക്കും വളരാൻ പാർട്ടിക്കും വളരാൻ. അല്ല, അതിലൊരു വിമർശനമുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞ രമേശ് പിഷാരടി പറഞ്ഞു എന്നുള്ളതുകൊണ്ടല്ല. രമേശ് പിഷാരടി പറഞ്ഞതിന്റെ ക്രക്സ് എന്ന് പറയുന്നത് അഖിൽമാരാർ എപ്പോഴും അഭിപ്രായം മാറ്റി ഒരു അഭിപ്രയത്തിൽ ഉറച്ചു നിൽക്കില്ല എന്നുള്ളതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ല ഞാൻ അങ്ങനെ അത്തരത്തിലുള്ള ഈ ഇപ്പം കേവലം ഒരു ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ടാണ് കഴിഞ്ഞ ഇത്രയും നാളുകളായിട്ട് പറഞ്ഞത്. ഇപ്പം പലപ്പോഴും മാധ്യമപ്രവർത്തകരെ നിങ്ങളെല്ലാം നിഷ്പക്ഷരാണ്. നമ്മൾ നിഷ്പക്ഷമായിട്ട് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് അഭിപ്രായം മാറ്റി പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം മാധ്യമങ്ങളുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ രാവിലെ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുകൂലിക്കുമ്പോൾ നിങ്ങൾ അവരും BJP-കാരും തെറി വിളിക്കും. നിങ്ങൾ BJP അനുകൂലിച്ച് സംസാരിക്കുമ്പോൾ അഭിലാഷ് സംഖ്യയാണെന്ന് ചോദിക്കും. അതങ്ങനെ വ്യത്യസ്തങ്ങളായിക്കൊണ്ടേയിരിക്കും. അതെന്തുകൊണ്ടാണ്? ഒരു നിഷ്പക്ഷ സ്വഭാവത്തിൽ നിൽക്കുമ്പോൾ മാത്രമാണ്. അഖിൽമാരാർ കഴിഞ്ഞ 8 വർഷമായിട്ട് യാതൊരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ലാത്ത ആളാണ്. എനിക്കൊരു പാർട്ടിയുടെ മെമ്പർഷിപ്പും ഇല്ല. അവിടെ എനിക്ക് പ്രതിപക്ഷപരമായി നിൽക്കുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി അനുകൂലിക്കാം, ഏതൊരാളെ വിമർശിക്കാം. പക്ഷേ ഇനി അതിനുള്ള സ്പേസ് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞതിൽ കഴമ്പുണ്ടോ? അത് ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി വിമർശിച്ചതേ അല്ല. ഞാൻ സമൂഹത്തോട് എനിക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്ന ആൾക്കാരോട് ഞാൻ പറയുകയായിരുന്നു, പിഷാരടി എന്താണ് യോഗ്യത, അഖിൽമാരാരുടെ യോഗ്യത എന്ന അർത്ഥത്തിൽ മാത്രം ഞാൻ പറഞ്ഞു വിട്ടേ. ഡീലൊന്നും ഇല്ലല്ലോ അല്ലേ? ഉണ്ടോ? അങ്ങനെ ഡീലെന്ന് ഇവർ കോൺഗ്രസ് ആരോപിക്കുമ്പോൾ 2 പ്രശ്നമാണ്. ഒന്ന്, സ്ഥാനാർത്ഥി തോൽക്കുമോ എന്നുള്ളൊരു ഭയം. ബേസിക്കലി നമ്മൾ ആരോപണങ്ങൾ എവിടുന്നാണ് വരുന്നത്? നമ്മുടെ പിഷാരടി തോൽക്കും എന്ന ഒരു പേടിയിലാണോ ഡീൽ ആരോപണം വരുന്നത്? 100%. ഈ രാഷ്ട്രീയത്തിൽ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തിഹത്യ, മറ്റുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അറ്റാക്കൊക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് തോന്നുന്നത് ഭയത്തിൽ നിന്നാണ്. നമ്മൾക്ക് കോൺഫിഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് മറ്റൊരാളെ ശ്രദ്ധിക്കുന്നത്? ഞാനിവിടെ ഉമ്മച്ചേച്ചിയെയോ ഇവിടുത്തെ പുഷ്പദാസിനെയോ ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി നടക്കുകയാണ്. ഇതേ അഭിപ്രായമായിരിക്കും, അപ്പോൾ ഇതേ സ്പേസിലായിരിക്കോ? എല്ലാ കാലത്തും എൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് മാറാതിരിക്കുകയും ചെയ്യാം. കാര്യം അത് കണ്ടീഷൻ ബേസ് ചെയ്ത് വരും. അഭിപ്രായങ്ങളുണ്ടല്ലോ. എങ്ങനെ? എവിടെ? ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുമല്ലോ. അങ്ങനെന്താ? ഞാൻ അങ്ങനെ അതൊരു ചോദ്യം, അത്തരത്തിലുള്ള ചോദ്യമേ ശരിയല്ല. ഇപ്പം ഞാൻ 2020 പ്രതിനിധാനം ചെയ്ത് മത്സരിക്കുന്നു. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് 2020 പോലത്തെ, മുമ്പായിരുന്നെങ്കിൽ ആം ആദ്മി പോലത്തെ കാഴ്ചപ്പാടുകളൊക്കെ ജനങ്ങൾ, അതായത് ഒരുപക്ഷെ മാധ്യമങ്ങൾ അതിനെ അരാഷ്ട്രീയവാദം എന്ന് പറയും. പക്ഷേ അരാഷ്ട്രീയവാദത്തെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ മൂന്നാമതൊരു സ്പേസ് കൂടി വരണം. കാര്യം അങ്ങനെ ഒരു, നമ്മളെപ്പോഴും പറയും നിഷ്പക്ഷ ജനതയാണ് ഇവിടുത്തെ തിരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്നത്. ഈ നിഷ്പക്ഷർക്ക് കൂടി ചേരാനുള്ള സ്പേസ് ഇല്ലേ? നിഷ്പക്ഷർ എല്ലാവരും കൂടെ ചേരട്ടെ. 4ാമതൊരു പൊളിറ്റിക്കൽ ആശയം കൂടി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടട്ടെ. അവിടെ അഖിൽമാരാർ സ്ട്രോങ് ആയിട്ടുണ്ടാവും. നിറഞ്ഞു നിൽക്കട്ടെ എല്ലാവരും. ശരി.